So hey, what's up guys, welcome back to another gameplay video of Mom and Craft. ഗൈസ്, ഞാൻ ഈ വീഡിയോയ്ക്ക് മുമ്പ് വേറൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. പക്ഷെ അത് എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അത് ഇനിയിപ്പോൾ റിക്കവർ ചെയ്ത് കിട്ടാൻ പറ്റില്ല. ഈ വീഡിയോയിൽ ബാക്കിൽ കാണുന്നത് അത് പണിത ഒരു വീഡിയോ ആയിരുന്നു. ഇപ്പോൾ ആ വീഡിയോ പോയി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു XP ഫാം ഉണ്ടാക്കാമെന്നാണ് വെച്ചേക്കണത്. അപ്പോൾ XP ഫാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കളക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി നമുക്ക് XP ഫാം ഉണ്ടാക്കാനുള്ളൂ. XP ഫാം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെറിയൊരു ഇൻട്രോ ആയിട്ട് എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ XP ഫാം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് അയൺ കളക്ട് ചെയ്തിട്ട് അത് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചു. ഇനി ആ സ്മെൽറ്റ് ചെയ്തിട്ട് ആ കിട്ടിയ സ്മെൽറ്റ് ചെയ്ത ഇതുകൊണ്ട് എനിക്ക് കുറച്ച് ഹോപ്പർ ഉണ്ടാക്കണം. അപ്പോൾ ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു കോബിൾ സ്റ്റോൺ ഫാം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ എനിക്കത് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടായില്ല. വെറുതെ ഒരു ഭംഗിക്കായി പോയി. ഇപ്പോൾ പ്രത്യേകിച്ച് ഭംഗിയൊന്നുമില്ല. ഞാനിപ്പോൾ മൈൻക്രാഫ്റ്റ് കളിച്ചു തുടങ്ങിയപ്പോൾ 2 കൊല്ലമായി. അപ്പോൾ അതിൻ്റെ കഴിവൊക്കെ ഒന്ന് കണ്ടു നോക്കാം. എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ 2 കൊല്ലമായിട്ട് മൈൻക്രാഫ്റ്റ് മൊബൈൽ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ കളിക്കാറില്ല, വെറുതെ ആയിരുന്നു. എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ മൈൻക്രാഫ്റ്റ് ഇപ്പോൾ കളിച്ചു തുടങ്ങിയത്. അപ്പോൾ ഗൈസ്, എനിക്ക് ഈ XP ഫാം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഒരു നല്ല സ്ഥലം വേണം. എനിക്ക് കിട്ടണില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന XP ഫാം സാധാരണ ആൾക്കാർ യൂട്യൂബ് വീഡിയോയിൽ ഇടുന്ന XP ഫാം പോലെയല്ല. എൻ്റെ ഇത്തിരി വ്യത്യാസമാണ്. എൻ്റെ രീതിയിൽ ഞാൻ എൻ്റെ ഒരു XP ഫാം ഉണ്ടാക്കണത്. അതുപോലെ തന്നെയല്ല ഗൈസ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരൊക്കെ ഉണ്ട് അവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കിപ്പോൾ 540 സബ്സ്ക്രൈബറിലേക്കാണ് എയിം. അതും എനിക്ക് ഈ കൊല്ലത്തിൽ തന്നെ അടിക്കണം. 2025 2026 മുമ്പ് തന്നെ എനിക്ക് അടിച്ച് കാണണം 540 സബ്സ്ക്രൈബർ. അപ്പോൾ സാധിക്കാവുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്ത് 540 സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഒരു മൈനിങ് ഏരിയ. പക്ഷേ ഞാൻ ഈ മൈനിങ് ഏരിയയിലാണ് ഞാൻ ഈ കോബിൾ സ്റ്റോണൊക്കെ ഫുള്ള് കളക്ട് ചെയ്തത്. ആ കോബിൾ സ്റ്റോൺ ഫാമിലുള്ള കോബിൾ സ്റ്റോണൊക്കെ വെറുതെ ആയി. ഞാൻ എൻ്റെ മൈൻക്രാഫ്റ്റ് ഗെയിമിലെ വേൾഡിലെ ഈ എൻ്റെ ഹൗസിൻ്റെ ഉൾഭാഗം ഞാൻ ഇതുവരെയായിട്ടും കാണിച്ചിട്ടില്ല. അതായത് അടിയിലത്തെ ഭാഗം കാണിച്ചിട്ടുണ്ട്, പക്ഷേ മേൽഭാഗം കാണിച്ചിട്ടില്ല. ഇതെന്താ കയറാത്ത? ഈ ഭാഗമാണ് ഞാൻ കാണിക്കാത്തത്. അടിയിലത്തെ ഭാഗം നിങ്ങൾക്ക് കാണിച്ചെന്താ? അങ്ങനെ ഒരു ഉറക്കത്തോടു കൂടി നമ്മുടെ 19th ഡേ അവസാനിച്ച് ഇപ്പോൾ 20th ഡേ ആവാൻ പോവാം മൈൻക്രാഫ്റ്റിൽ. ഇനിയിപ്പോൾ ഞാനൊരു ഷവൽ ഉണ്ടാക്കിയിട്ട് ആ ഷവലുകൊണ്ട് ഒരു സ്ഥലം ക്ലിയർ ചെയ്തിട്ട് അവിടെ ഒരു XP ഫാം ഉണ്ടാക്കും. ഞാൻ XP ഫാം ഉണ്ടാക്കുന്ന സ്ഥലത്തിൽ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് ക്ലിയർ ചെയ്തിട്ട് XP ഫാം ഉണ്ടാക്കാനുള്ള ഒരു പകുതി സെറ്റപ്പ് കഴിഞ്ഞിട്ട് ഞാൻ കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ XP ഫാമിൻ്റെ പകുതി പണി ഇപ്പോൾ കഴിഞ്ഞു. ബാക്കിയത്തെ പണി ഞാൻ ഇത്തിരി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വെച്ചേക്കാം. എൻ്റെ ഇപ്പോൾ റെസ്റ്റിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിലെ 22ാമത്തെ ഡേയിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ കുറേ നേരമായി ഇപ്പോൾ ബെഡ്മേ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. പക്ഷേ ഇതിലായിട്ടും സ്ലീപ്പിംഗ് മോഡിൽ പോകണില്ല. അപ്പോൾ ഞാൻ ഇത്തിരി ഇതുണ്ടാക്കിയിട്ടുണ്ട്, ഓക്ക് സൈൻ ബോർഡ്. അത് ഈ സൈഡിലായിട്ട് വെച്ച് ചെയ്ത് പോവാന്ന് വെച്ചപ്പോൾ ഞാൻ താഴേക്ക് വേണ്ടി ഇനിയിപ്പോൾ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഇല്ല, മാതിരിക്ക് പുറത്തിറങ്ങില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ 22 ഇത് 2022ാമത്തെ ഡേ കംപ്ലീറ്റ് ആയി. ഞാൻ ഇനി കുറച്ച് ഓക്ക് സൈൻ ബോർഡും പിന്നെ കുറച്ച് ട്രാപ്പ് ഡോറും ഈ സൈഡിലായിട്ട് വെച്ചിട്ട് വെക്കുക. അത്ര നേരം വരെ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുക വീഡിയോ. കാരണം അധികം ലെങ്ത്തും ആവണ്ട, അധികം ഷോർട്ട് ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് കുറേ ഭാഗങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ അങ്ങനെ ഒരു 8 ബ്ലോക്ക് കൂടുമ്പോൾ 8ാമത്തെ ബ്ലോക്ക് പൊട്ടിക്കും. അത് കഴിഞ്ഞ് അങ്ങനെ താഴേക്ക് ഇറക്കി കൊണ്ടുപോകും. അപ്പോൾ പിന്നെ വെള്ളം ഒരു മൂലയ്ക്ക് ഒഴിക്കുമ്പോൾ എല്ലായിടത്തേക്കും എത്തും. അപ്പോൾ ഞാനിപ്പോൾ ഈ ട്രാപ്പ് ഡോറിൻ്റെ ഇടയിൽ പെട്ടു. അത് ട്രാപ്പ് ഡോർ ഒന്ന് മാറ്റണം. അതിന് മുമ്പ് ഞാൻ ഈ വെള്ളം സപ്ലൈ ചെയ്തിരിക്കുന്നത് ബ്ലോക്ക് ചെയ്തൊന്ന് തുറക്കട്ടെ. തുറന്നിട്ട് വേണം എനിക്ക് ബാക്കിയത്തെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ വെള്ളം അവിടെയും വരെ എത്തുമെന്ന് നോക്കണം. പിന്നെ ഈ ട്രാപ്പ് ഡോറ്, ഒരു മിനിറ്റ് ഗൈസ്, ഈ ട്രാപ്പ് ഡോറൊന്ന് എനിക്ക് പൊട്ടിക്കണം ഇപ്പോൾ. അപ്പോൾ പിന്നെ എൻ്റെ ഇത് കറക്റ്റാവും.
പിന്നെ ഞാൻ ലെങ്ത്ത് കറക്റ്റിന് എത്തിച്ചു. ഇനി ഇത് കുറച്ച് അടി ആഴത്തേക്ക് പോയി കഴിഞ്ഞിട്ട് വേണം എനിക്ക് താഴെ ചെസ്റ്റൊക്കെ എല്ലാവരും സെറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒന്ന് എണ്ണ എടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ താഴെ മാക്സിമം എത്ര അടി ആഴത്തേക്ക് പോകണ്ടേ അത്ര അടി ആഴത്തേക്ക് പോയി കഴിഞ്ഞിട്ട് നമുക്കിനി കാണാം. അത്ര നേരം വരെ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം വീഡിയോ. അങ്ങനെ ഞാൻ താഴേക്ക് എത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് വരാനായിട്ടൊരു സ്ഥലം കണ്ടെത്തി. അവിടെ നിന്ന് മൈൻ ചെയ്ത് പുറത്തേക്ക് വന്നു. ഇനിയിപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. ആ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ 24ാമത്തെ ഡേ ആണിപ്പോൾ മൈൻക്രാഫ്റ്റിൽ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. 24ാമത്തെ ഡേയുടെ തുടക്കത്തിൽ തന്നെ ഒരു ബ്രെഡും കഴിച്ച് തുടങ്ങാം. ഒരെണ്ണം മാത്രമേ ഉണ്ടായുള്ളൂ എൻ്റെ കയ്യിൽ. അപ്പോൾ ഗൈസ് എനിക്ക് ആ പുറത്തേക്ക് വരാനുള്ള വഴി ഉണ്ടായിരുന്നു. പുറത്തേക്കും അകത്തേക്കും ചെല്ലാനുള്ള വഴി ആ XP ഫാമിലേക്കുള്ളത്. അവിടേക്ക് ഒരു ലാഡർ സപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ലാഡർ സപ്ലൈ ചെയ്യാനായിട്ട് ഈ മലയുടെ മുകളിൽ പോയിട്ടുള്ള കുറച്ച് ലോഗൊക്കെ പൊട്ടിച്ചിട്ട് വേണം എനിക്ക് ലാഡറൊക്കെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ ലാഡറൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ XP ഫാമിൻ്റെ കവറിങ് കംപ്ലീറ്റ് ചെയ്യാം. മല കയറുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ഹോപ്പറൊക്കെ സെറ്റ് ചെയ്ത് XP ഫാം ഇത്തിരി റെഡിയാക്കാമെന്ന് വെച്ചേക്കാം. അപ്പോൾ ഈ ഹോപ്പറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മലയ്ക്ക് കയറി അവിടുത്തെ ലോഗൊക്കെ കളക്ട് ചെയ്യാം. അങ്ങനെ ഞാനവിടെ ഹോപ്പറൊക്കെ വെച്ച് ഇവിടേക്ക് വന്ന് മലയണ്ണാനൊക്കെ കണ്ട് ലോഗ് കളക്ട് ചെയ്യണ സമയത്തായിരുന്നു എന്നെ ഈ പില്ലേജർ അടിച്ചിരുന്നത്. എനിക്ക് ഈ പില്ലേജറിൻ്റെ ഔട്ട് പോസ്റ്റ് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഒരു റെയ്ഡ് ഫാം ഉണ്ടാക്കാം. അതുകൊണ്ട് എനിക്ക് കുറച്ച് എംബ്രോയിഡും പിന്നെ അതൊക്കെ കിട്ടും. ഞാൻ അങ്ങനെ പില്ലേജറിനെ തീർത്തതിന് ശേഷം കുറച്ച് ലോഗൊക്കെ കളക്ട് ചെയ്യാൻ നിന്നു. അങ്ങനെ ഞാൻ ലോഗൊക്കെ കളക്ട് ചെയ്ത് പില്ലേജർ ഔട്ട് പോസ്റ്റ് കണ്ടുപിടിക്കാൻ ഞാൻ അടുത്ത വീഡിയോയിൽ തുടങ്ങാം. കാരണം അടുത്ത വീഡിയോയിൽ ഞാൻ പില്ലേജർ ഔട്ട് പോസ്റ്റ് കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു റെയ്ഡ് ഫാം ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ ഈ ഒരു XP ഫാം മാത്രമേ ഉണ്ടാക്കണുള്ളൂ. പില്ലേജർ ഔട്ട് പോസ്റ്റ് അന്വേഷിച്ച് ഞാൻ ഇപ്പോൾ എങ്ങോട്ടും പോകണില്ല. അപ്പോൾ ഗൈസ് ഞാൻ അങ്ങനെ കുറച്ച് ലോഗൊക്കെ കളക്ട് ചെയ്ത് തോന്നുന്നു. ഇനിയിപ്പോൾ ആ ലോഗിനെ ഞാൻ കുറച്ച് സ്റ്റിക്കാക്കി മാറ്റി ആ സ്റ്റിക്കിനെ ലാഡറാക്കി മാറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ XP ഫാമിലേക്കുള്ള വഴിയിൽ അങ്ങോട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ട് നമുക്കിനി കാണാം. അങ്ങനെ ഗൈസ് ഞാൻ ലാഡർ ഒക്കെ അവിടെ പ്ലേസ് ചെയ്തു. ഇനി ഈ കവറിങ് കൂടി ഉള്ളൂ. ഈ കവറിങ് കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ XP ഫാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത്തിരി നേരം AFK നിന്നിട്ട് വേണം ഇനി എനിക്ക് XP ഫാമിനകത്ത് മോബ്സ് സ്പോണായി തുടങ്ങിയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തിരി നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുക. പിന്നെ ഈ സൈഡിൽ കാണുന്നതൊക്കെ എൻ്റെ കലാപരിപാടികൾ ആരും ശ്രദ്ധിക്കരുത്. അപ്പോൾ ഒന്ന് ഇത്തിരി നേരം AFK നിന്നിട്ട് ഈ മോബ്സ് സ്പോൺ ആവുണ്ടോ എന്ന് നോക്കാം. സ്പോൺ ആവണില്ലെങ്കിൽ വല്ല പ്രശ്നം എങ്ങാനും ഉണ്ടാവും XP ഫാമിൽ. അപ്പോൾ ഇത്തിരി നേരം AFK ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് അങ്ങനെ ഞാൻ AFK ആയി കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ നോക്കിയപ്പോൾ നിറച്ച് മോബ്സ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിറച്ച് ബേബി സോംബീസൊക്കെ ഉണ്ട്. ഈ ബേബി സോംബീസ് കാരണം എനിക്ക് അനങ്ങാൻ പറ്റണില്ല ഗൈസ്. ഇവിടെ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റണില്ല. അപ്പോൾ എങ്ങനെയോ ഭാഗ്യത്തിന് ഞാൻ 2 ഹാർട്ടിന് രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ ഞാൻ അടുത്ത വീഡിയോയ്ക്ക് മുമ്പ് ഞാൻ ഈ XP ഫാം ഒന്ന് ഇത്തിരി ശരിയാക്കിയിട്ട് വരും. അപ്പോൾ ഗൈസ് നമ്മുടെ XP ഫാമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ chunkbase.com പോയിട്ട് ഇത്തിരി പില്ലേജർ ഔട്ട് പോസ്റ്റ് കണ്ടുപിടിക്കും അതിനകത്ത്. അപ്പോൾ അതിനകത്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിലേക്ക് ഞാൻ ഒരു പില്ലേജർ ഔട്ട് പോസ്റ്റ് അന്വേഷിച്ച് പിടിച്ച് ഒരു XP ഫാം, അതായത് XP ഫാം ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. ഒരു എംബ്രാൾഡ് ഫാമും പിന്നെ പില്ലേജർ ഫാം, അതായത് എംബ്രാൾഡ് ഫാമിൽ തന്നെ പില്ലേജർ ഉണ്ടാവുക.
അപ്പോൾ അതൊന്നും എനിക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഗൈസ് നമ്മുടെ 28ാമത്തെ ഡേ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോക്ക്. അപ്പോൾ ടിൽ ദെൻ ബൈ. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യും. ഇത് മോഡിഫിക്കേഷൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. XP ഫാമിനകത്ത് സോംബീസ് പുറത്തേക്ക് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗൈസ് ഈ ഷെയ്ഡർ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ ഗൈസ് ഞാൻ ഒരു വട്ടം കൂടിയും റിപ്പീറ്റ് ചെയ്ത് പറയണേ, എനിക്ക് 540 സബ്, അതായത് 540 സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു റെഡീം കോഡ് ഗിവ് അവേ നടത്തും. അപ്പോൾ എന്നെ 540 സബ്സ്ക്രൈബറിനകത്ത് എത്തിക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ടിൽ ദെൻ ബൈ.